ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഭഗവാനില്ലാത്ത ഈ ലോകത്ത്, ഭഗവാന്റെ ഭൗതിക സാന്നിധ്യം ഇല്ലാത്ത ഈ ലോകത്ത് ഇനി തങ്ങൾക്കും ഒന്നും ചെയ്യാനില്ല എന്ന് ഉറപ്പായതിനാൽ യുധിഷ്ഠിരൻ മഹാപ്രസ്ഥാനത്തിനായി തീരുമാനിച്ചു. അതിനു മുൻപ് തന്നെ ഈ ലോകത്തോടുള്ള മാനസികമായ ബന്ധം ഇല്ലാതാക്കാൻ യോഗവിദ്യയിലൂടെ തൻ്റെ മനസ്സിനെ പ്രാണനിലും പ്രാണനെ ആ മഹത്തത്വത്തിൽ തൻ്റെ ശരീരമാകുന്ന പഞ്ചഭൂതാത്മകമായ ആ പ്രകൃതിയിലേക്ക് ലയിപ്പിച്ചു. അതിനുശേഷം തൻ്റെ ജീവാത്മസ്വരൂപത്തെ പരമാത്മതത്വത്തിലേക്ക് ലയിപ്പിച്ചു എന്നാണ് 42-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ത്രിത്വേ ഹുത്വാ അധ ഹുത്വാധ പഞ്ചത്വം തത് ച ഏകത്വേ അജുഹോത് മുനിഹി തച്ചൈകത്വേ അജുഹോന്മുനിഹി സർവം ആത്മനി അജൂഹവിത് സർവമാത്മന്യജൂഹവിത് ബ്രഹ്മണി ആത്മാനം അവ്യയേ ബ്രഹ്മണ്യാത്മാനം അവ്യയേ. ത്രിത്വേ ഹുത്വാധ പഞ്ചത്വം തച്ചൈകത്വേ അജുഹോന്മുനിഹി സർവമാത്മന്യജൂഹവിത് ബ്രഹ്മണ്യാത്മാനമവ്യയേ. അഥ അനന്തരം പഞ്ചത്വം തൻ്റെ പഞ്ചഭൂതാത്മകമായ ശരീരത്തെ ത്രിത്വേ ത്രിഗുണാത്മികയായ പ്രകൃതിയിൽ ഹുത്വ ഹോമിച്ച് തത് ആ പ്രകൃതത്തെ അതിനെ ഏകത്വേ ഇവിടെ ഈ പ്രപഞ്ചത്തിന് കാരണമായി തീർന്ന ആ അവിദ്യ മായയുടെ ആവരണം, അതാണ് ഇവിടെ ഏകത്വം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ ഏകത്വത്തിലേക്കും അജുഹോത് ഹോമിച്ചു. അങ്ങനെ പൂർണ്ണമായും തൻ്റെ ഈ പ്രകൃതിയുമായുള്ള ബന്ധത്തെ ഉപേക്ഷിച്ചു എന്നർത്ഥം. അങ്ങനെ ആകുമ്പോൾ തന്നെ ആ ആൾ മുനിയായിത്തീരുന്നു. മനനശീലം ഉള്ളവൻ ആരോ അവൻ മുനി. അതുകൊണ്ടാണ് ഇവിടെ യുധിഷ്ഠിരനെ ഇനി മുനി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മനനശീലനായ യുധിഷ്ഠിരൻ മുനിഹി സർവം എല്ലാറ്റിനെയും ആത്മനി തൻ്റെ ജീവാത്മാവിലും പിന്നീട് ആ ആത്മാനം ജീവാത്മാവിനെ അവ്യയെ ഒരിക്കലും നശിക്കാത്ത വികാരം ഇല്ലാത്ത ഒരേ ഒരു ബ്രഹ്മണി ആ പരബ്രഹ്മത്തിലും അജൂഹവിത് ലയിപ്പിച്ചു. യോഗസിദ്ധിയിലൂടെ എങ്ങനെയാണോ ഒരു യോഗി തൻ്റെ ജീവൻ ഉപേക്ഷിക്കുന്നത്, ശരീരത്തെ ഉപേക്ഷിച്ച് ജീവനെ പരമാത്മാവിൽ ലയിപ്പിക്കുന്നത്, അതേ രീതിയിൽ ആ സമാധി അവസ്ഥയിലേക്ക് കുറച്ചു നേരം ഇരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ത്രിത്വേ ഹുത്വാധ പഞ്ചത്വം തച്ചൈകത്വേ ജുഹോന്മുനി സർവമാത്മന്യജൂഹവിത് ബ്രഹ്മണ്യാത്മാനമവ്യയേ. പൂർണ്ണമായും പരബ്രഹ്മത്തിൽ മനസ്സുറപ്പിച്ചതിനാൽ ഒരു അവധൂതനെ പോലെ ആയിത്തീർന്നു യുധിഷ്ഠിരൻ എന്നാണ് പറയുന്നത്. 43-ാമത്തെ ശ്ലോകം. ചീരവാസ നിരാഹാരഃ നിരാഹാരോ ബദ്ധവാഗ് മുക്തമൂർധജഃ ദർശയൻ ആത്മാനഃ ദർശയൻ ആത്മാനോ രൂപം ജഡ ഉന്മത്ത പിശാചവത് ജഡോന്മത്ത പിശാചവത് അനവേക്ഷമാണഃ അനവേക്ഷമാണോ നിരഗാദ് അശൃണ്വൻ നിരഗാദ് അശൃണ്വൻ ബധിരോ ബധിരഃ യഥാ.
ചിരവാസ നിരാഹാരോ ബദ്ധവാങ് മുക്തമൂർധജ ദർശയൻ ആത്മനോ രൂപം ജഡോന്മത്ത പിശാചവത് അനവേക്ഷമാണോ നിരഗാദശൃണ്വൻ ബധിരോ യഥാ. ചീരവാസാഹ മരവുരി ധരിച്ചും, നിരാഹാരഹ ആഹാരം വർജിച്ചും, ബദ്ധവാക് തൻ്റെ വാക്കിനെ കെട്ടിയിട്ടു എന്ന് വെച്ചാൽ മൗനം അവലംബിച്ചു, ആരോടും ഒന്നും ഉരിയാടാതെ, മുക്ത മൂർധജഹ തൻ്റെ മൂർധാവിനെ മുക്തമാക്കി, അതായത് തലമുടിയൊക്കെ വിടർത്തിയിട്ടു. എന്നിട്ട് ഒരു ജഡനാണോ ഉന്മത്തനാണോ പിശാചാണോ എന്നതുപോലെ, ജഡ ഉന്മത്ത പിശാചവത് ഇതുപോലെ കാണുന്നവർക്ക് ഒന്നിലും ശ്രദ്ധയില്ലാത്ത ഒരു ജഡനാണോ അല്ലെങ്കിൽ ഒരു ഭ്രാന്തനാണോ എന്ന് തോന്നിപ്പിക്കുമാറുള്ള ആത്മനഹ തൻ്റെ രൂപം സ്വരൂപത്തെ ദർശയൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. അതായത് താൻ പൂർണ്ണമായും ഈ ലൗകിക ജീവിതത്തിൽ നിന്നും വിരക്തനായിരിക്കുന്നു എന്ന് തൻ്റെ രൂപം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. മാത്രമല്ല അനവേക്ഷമാണാഹ പിന്നീട് ഒരാളെയും തിരിഞ്ഞു നോക്കിയില്ല, ആരുടെയും വിളി കേൾക്കാതെ, ബധിരഹ യഥാ കാത് കേൾക്കാത്തവൻ എന്നതുപോലെ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാതെ, അശൃണ്വൻ യാതൊന്നും കേട്ടിട്ടില്ല എന്ന ഭാവത്തിൽ, നിരഗാത് ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു അവധൂതൻ്റെ മാനസികമായ തലത്തിലേക്ക് എത്തിച്ചേർന്ന യുധിഷ്ഠിരൻ മരവുരി ധരിച്ച്, ആഹാരം വർജിച്ച്, മൗനം അവലംബിച്ച്, തൻ്റെ തലമുടിയൊക്കെ ഒരു ഭ്രാന്തനെ പോലെ അഴിച്ചിട്ട്, ഉന്മത്തനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പൂർണ്ണമായും വിരക്തനായിട്ട്, ആരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ, ആരോടും ഒന്നും ഉരിയാടാതെ ആ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോയി. ചീരവാസ നിരാഹാരോ ബദ്ധവാങ് മുക്തമൂർധജ ദർശയന്നാത്മനോ രൂപം ജഡോന്മത്ത പിശാചവത് അനവേക്ഷമാണോ നിരഗാദശൃണ്വൻ ബധിരോ യഥാ. 44-ാമത്തെ ശ്ലോകം. ഉദീചിം പ്രവിവേശ ആശാം പ്രവിവേശാശാം ഗതപൂർവാം മഹാത്മഭിഃ ഹൃദി ബ്രഹ്മ പരം ധ്യായൻ ന ആവർത്തേത ധ്യായൻ ന ആവർത്തേത യതോ യതഃ ഗതഃ. ഉദീചിം പ്രവിവേശാശാം ഗതപൂർവാം മഹാത്മഭിഃ ഹൃദി ബ്രഹ്മ പരം ധ്യായൻ ആവർത്തേത യതോ ഗതഃ. ഹൃദി തൻ്റെ ഹൃദയത്തിൽ പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട്, മഹാത്മഭിഃ മഹാത്മാക്കളാൽ ഗതപൂർവാം പൂർവം മുൻപ് ഗതം ഗമിക്കപ്പെട്ടതായ, ഉദീചീം വടക്ക് ആശാം ദിക്കിലേക്ക്, ഉദീചീം ആശാം വടക്ക് ദിക്കിലേക്ക് പ്രവിവേശ പ്രവേശിച്ചു. കാരണം യതഃ യാതൊരു ദിക്കിലേക്ക്, യാതൊരു വടക്ക് ദിക്കിലേക്ക്, ഗതഃ യാത്രയായിട്ടുള്ളവൻ, പരബ്രഹ്മത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ യാത്രയാകുന്നവർ, ന ആവർത്തേത തിരിച്ച് ഭൂമിയിലേക്ക് വരികയില്ല. അങ്ങനെ പൂർണ്ണമായും ഹൃദയത്തിൽ പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് മഹാപ്രസ്ഥാനത്തിനായിട്ട് തൻ്റെ പൂർവീകരായിട്ടുള്ള മഹാത്മാക്കൾ പോയ ആ വടക്ക് ദിക്കിലേക്ക് തന്നെ പ്രവേശിച്ചു. കാരണം ഈ ഒരു ദിക്കിലേക്ക് പരബ്രഹ്മധ്യാനത്തിലൂടെ പോകുന്ന ഒരാൾ പിന്നെ തിരിച്ച് വരുന്നില്ല. ഉദീചിം പ്രവിവേശാശാം ഗതപൂർവാ മഹാത്മഭിഃ ഹൃദി ബ്രഹ്മ പരം ധ്യായന്നാവർത്തേത യതോ ഗതഃ. 45. സർവേ തമനു നിർജഗ്മുഹു ഭ്രാതരഃ നിർജഗ്മുർഭ്രാതര കൃതനിശ്ചയാഃ കലിനാധർമ്മമിത്രേണ ദൃഷ്ട്വാ സ്പൃഷ്ടാഃ പ്രജാ ഭുവി.
സർവേ തമനു നിർജഗ്മുർഭ്രാതരകൃതനിശ്ചയാഃ കലിനാ അധർമ്മമിത്രേണ ദൃഷ്ട്വാ സ്പൃഷ്ടാഃ പ്രജാ ഭുവി. ഭൂവി ഈ ഭൂമിയിൽ പ്രജാഹ എല്ലാ ജനങ്ങളും അധർമ്മമിത്രേണ അധർമ്മത്തിൻ്റെ കൂട്ടുകാരനായ കലിന കലിയാൽ സ്പൃഷ്ടാഹ സ്പർശിക്കപ്പെട്ടിരിക്കുന്നു, കലി ബാധിച്ചിരിക്കുന്നു എന്ന് ദൃഷ്ട്വാ കണ്ടിട്ട് ഭ്രാതരഹ പാണ്ഡവന്മാരായ മറ്റ് സഹോദരന്മാർ സർവേ എല്ലാവരും കൃതനിശ്ചയാഹ ജ്യേഷ്ഠൻ്റെ പുറകെ പോവാൻ തീരുമാനം എടുത്തവരായിട്ട് തം ജ്യേഷ്ഠനെ അനു പിന്തുടർന്ന് നിർജഗ്മുഹു കൊട്ടാരം വിട്ട് യാത്രയായി. ഈ കലിയുഗത്തിൽ തങ്ങൾക്കും ഈ ഭൂമിയിൽ നിലനിൽക്കാൻ സാധ്യമല്ല എന്ന് കണ്ട് ദേവാംശജരായ പാണ്ഡവരും ജ്യേഷ്ഠൻ്റെ പുറകെ കൊട്ടാരം വിട്ട് യാത്രയായി. സർവേ തമനു നിർജഗ്മുർഭ്രാതരകൃതനിശ്ചയാ കലിനാധർമ്മമിത്രേണ ദൃഷ്ട്വാ സ്പൃഷ്ടാ പ്രജാ ഭുവി. 46-ാമത്തെ ശ്ലോകം. തേ സാധുകൃത സർവാർത്ഥാ ജ്ഞാത്വാ ആത്യന്തികം ആത്മനഃ ജ്ഞാത്വാ ആത്യന്തികമാത്മന മനസാ ധാരയാമാസുഃ വൈകുണ്ഠചരണാംബുജം. ധാരയാമാസുർവൈകുണ്ഠചരണാംബുജം. തേ സാധുകൃത സർവാർത്ഥാ ജ്ഞാത്വാ ആത്യന്തികാത്മനഃ ആത്യന്തികമാത്മനഃ മനസാ ധാരയാമാസുർവൈകുണ്ഠചരണാംബുജം. സാധുകൃത സർവ അർത്ഥാഹ സാധു വേണ്ട വിധത്തിൽ തങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം കൃതം നിറവേറ്റപ്പെട്ട അങ്ങനെ സർവ അർത്ഥാഹ എല്ലാ പുരുഷാർത്ഥങ്ങളും നേടിയവരായിട്ടുള്ള ധർമ്മ അർത്ഥ കാമ മോക്ഷം ധാർമ്മികമായ വഴികളിലൂടെ അർത്ഥത്തെ നേടി ആ അർത്ഥത്തിനാൽ തങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു. അതാണ് കാമം. പിന്നീട് ആ ആഗ്രഹങ്ങളിലൂടെയൊന്നും ജീവിതത്തിന് പൂർണ്ണത കിട്ടില്ല എന്ന് മനസ്സിലാകുമ്പോൾ മോക്ഷത്തിലേക്കുള്ള വഴിയെ യാത്രയാവുക. അതാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷം 4 പുരുഷാർത്ഥങ്ങൾ. ഇതെല്ലാം നേടിയവരായ തേ ആ പാണ്ഡവന്മാർ ആത്മനഃ തങ്ങൾക്ക് ആത്യന്തികമായിട്ട് ഇവിടെ ശരണമായിട്ട് വൈകുണ്ഠ ചരണാംബുജം ഭഗവാൻ കൃഷ്ണൻ്റെ പാദപത്മങ്ങളാണെന്ന് ജ്ഞാത്വാ തിരിച്ചറിഞ്ഞ് മനസ്സുകൊണ്ട് ധാരയാമാസുഹു പൂർണ്ണമായും ഭഗവാനിൽ മനസ്സിനെ ലയിപ്പിച്ചുകൊണ്ട് അങ്ങനെ യാത്രയായി. പാണ്ഡവന്മാരും ദേവാംശജരാണ്. അവരും ഭൂമിയിൽ ജനിച്ചതിന് ഒരു കാരണമുണ്ടായിരുന്നു. അതെല്ലാം വളരെ ഭംഗിയായി നിറവേറ്റപ്പെട്ടു. അവസാനം മോക്ഷമാർഗത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്ന ആ പാണ്ഡവന്മാർ തങ്ങൾക്കിനി ശരണമായിട്ട് ആ ഭഗവാന്റെ പാദപത്മങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് പൂർണ്ണമായും മനസ്സ് ഭഗവാനിൽ ലയിപ്പിച്ചു. തേ സാധുകൃത സർവാർത്ഥാ ജ്ഞാത്വാത്യന്തികമാത്മന മനസാ ധാരയാമാസുർവൈകുണ്ഠചരണാംബുജം. 47-48 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. തത് ധ്യാനോദ്രിക്തയാ ഭക്ത്യാ വിശുദ്ധധിഷണാഃ പരേ തസ്മിൻ നാരായണപദേ ഏകാന്തമതയഃ ഗതിം. 48 അവാപുർദുരവാപാം തേ അസദ്ഭിർവിഷയാത്മഭി വിധൂതകൽമഷാസ്ഥാനം വിരജേനാത്മനൈവ ഹി. തദ്ധ്യാനോദ്രിക്തയാ ഭക്ത്യാ വിശുദ്ധധിഷണാ പരേ
തസ്മിൻ നാരായണപദേ ഏകാന്തമതയോ ഗതിം അവാപുർദുരവാപാം തേ അസദ്ഭിർവിഷയാത്മഭി വിധൂതകൽമഷാസ്ഥാനം വിരജേനാത്മനൈവ ഹി. തത് ധ്യാന ഉദ്രിക്തയാ, എല്ലാവരും ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ചു എന്ന് പറഞ്ഞു. ആ ധ്യാനം കൊണ്ട് ഉദ്രിക്തയ, അധികരിച്ച ഭക്തിയാ, ഭക്തിയാൽ അങ്ങനെ ആയപ്പോൾ വിശുദ്ധ ധിഷണാഹ, ബുദ്ധി വിശുദ്ധമായി തീർന്നു. അങ്ങനെയുള്ള തേ അവർ, പരേ ശ്രേഷ്ഠമായിട്ടുള്ള, തസ്മിൻ നാരായണപദേ ആ നാരായണന്റെ തൃപ്പാദത്തിൽ തന്നെ, ഏകാന്തമതയ ഏകാഗ്ര ചിത്തത്തോടുകൂടിയവരായി, വിധൂത കൽമഷ ആസ്ഥാനം വിധൂതം ഇല്ലാതാവുക, കൽമഷ ആസ്ഥാനം എല്ലാ പാപങ്ങളുടെയും ആസ്ഥാനം, ഉള്ളിലുണ്ടായിരുന്ന എല്ലാ പാപങ്ങളും ഇല്ലാതായ, വിഷയാത്മഭിഹി വിഷയങ്ങളിൽ മനസ്സ് ചേർന്ന, അസദ്ഭിഹി ദുരവാപാം അസജ്ജനങ്ങളാൽ ദുഷ്പ്രാപമായിട്ടുള്ളതും ആയ. അപ്പോൾ ഇവിടെ ആ സദ്ഗതിയെ കുറിച്ചാണ് പറയുന്നത്. ആ സദ്ഗതി എന്ന് പറയുന്നത് ഉള്ളിലെ എല്ലാ പാപവും അകന്നവർക്ക് മാത്രം കിട്ടുന്നതാണ്. എന്നാൽ വിഷയങ്ങളിൽ മനസ്സ് ചേർന്ന അസത്തുക്കളായ അസജ്ജനങ്ങളാൽ ദുഷ്പ്രാപ്യമാണ്. അങ്ങനെയുള്ള ആ സദ്ഗതിയെ വിരജേന, രജോഗുണികളായിരുന്നു ഈ പാണ്ഡവർ. കാരണം അവർ ക്ഷത്രിയരായിട്ടാണ് ജീവിച്ചതും വളർന്നതും എല്ലാം. അങ്ങനെ ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ചപ്പോൾ ഉള്ളിലെ രജോ ഗുണം പൂർണ്ണമായി വിട്ടുപോയി. അതാണ് വിരജേന ആത്മനായേവഹി. അപ്പോൾ ഉള്ളിലെ ആത്മസ്വരൂപം അങ്ങനെ പ്രകാശിച്ചു. ആ ആത്മസ്വരൂപത്തിലേക്ക് മനസ്സങ്ങനെ അവാപുഹു പ്രാപിച്ചു. പൂർണ്ണമായും ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ചിരുന്നതിനാൽ ബുദ്ധി ശുദ്ധമായി, അങ്ങനെ ഏകാഗ്ര ചിത്തത്തോടു കൂടിയവരായതുകൊണ്ട് തന്നെ പാപങ്ങളെല്ലാം അകന്ന് ഭഗവാനിൽ എത്തുക എന്ന ആ സദ്ഗതിയെ അവർ പ്രാപിച്ചു. തദ്ധ്യാനോദ്രിക്തയാ ഭക്ത്യാ വിശുദ്ധധിഷണാ പരേ തസ്മിൻ നാരായണപദേ ഏകാന്തമതയോ ഗതിം അവാപുർദുരവാപാം തേ അസദ്ഭിർവിഷയാത്മഭി വിധൂതകൽമഷാസ്ഥാനം വിരജേനാത്മനൈവ ഹി. ഇനി ധൃതരാഷ്ട്രരുടെ കൂടെ കൊട്ടാരം വിട്ട വിതുരർ ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും ജീവത്യാഗത്തിന് ശേഷം വീണ്ടും തീർത്ഥയാത്ര പോയിരുന്നു എന്ന് പറഞ്ഞാണ് അവിടെ അവസാനിപ്പിച്ചത്. ഇനി അദ്ദേഹവും തൻ്റെ ദേഹത്തെ ഉപേക്ഷിച്ചതിനെക്കുറിച്ച് പറയുന്നു. 49-ാമത്തെ ശ്ലോകം. വിദുരഹ അപി വിദുരോപി പരിത്യജ്യ പ്രഭാസേ ദേഹമാത്മവാൻ കൃഷ്ണാവേശേന തച്ചിത്തഃ പിതൃഭിഃ സ്വക്ഷയം യയൗ. വിദുരോപി പരിത്യജ്യ പ്രഭാസേ ദേഹമാത്മവാൻ കൃഷ്ണാവേശേന തച്ചിത്തഃ പിതൃഭിഃ സ്വക്ഷയം യയൗ. ആത്മവാൻ, സ്വതവേ തന്നെ ആത്മതത്വജ്ഞനായ വിദുരഹ അപി വിദുരരും പ്രഭാസേ പ്രഭാസതീർത്ഥത്തിൽ കൃഷ്ണാവേശേന ഭഗവാൻ കൃഷ്ണനിൽ ആവേശിപ്പിച്ച മനസ്സിനാൽ ആ ധ്യാനം കൊണ്ട് തച്ചിത്തഃ ഭഗവാനിൽ പൂർണ്ണമായി ലയിപ്പിച്ച ചിത്തത്തോടുകൂടെ ആയിത്തീർന്ന് ദേഹം പരിത്യജ്യ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ച് സ്വസ്ഥാനമായിട്ടുള്ള യമലോകത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിനായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ, ആ സൂക്ഷ്മ ശരീരത്തെ സ്വീകരിക്കാൻ പിതൃദേവന്മാർ വന്നു. അങ്ങനെ പിതൃദേവന്മാരോടുകൂടി സ്വക്ഷയം തൻ്റെ അധികാരസ്ഥാനത്തിലേക്ക്, ആ യമലോകത്തിലേക്ക് യയൗ പ്രയാണം ചെയ്തു. കലി ബാധിച്ച ഈ ലോകത്തിൽ നിന്ന് വിതുരരും
അതിനു മുൻപേ തന്നെ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ശരീരത്തെ സ്വീകരിക്കാൻ പിതൃദേവന്മാർ ഭൂമിയിൽ വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ആ പഴയ യമദേവൻ എന്ന ആ സ്ഥാനത്ത് വീണ്ടും അവരോധിക്കപ്പെടുകയും ചെയ്തു. വിദുരോപി പരിത്യജ്യ പ്രഭാസേ ദേഹമാത്മവാൻ കൃഷ്ണാവേശേന തച്ചിത്ത പിതൃഭിः സ്വക്ഷയം യയൗ. 50-ാമത്തെ ശ്ലോകം. ദ്രൗപദീ ച തദാജ്ഞായ പതീനാം അനപേക്ഷതാം വാസുദേവേ ഭഗവതി ഹി ഏകാന്തമതിഃ ആപ ഹ്യേകാന്തമതിരാപ തം. ദ്രൗപദീ ച തദാജ്ഞായ പതീനാം അനപേക്ഷതാം വാസുദേവേ ഭഗവതി ഹ്യേകാന്തമതിരാപ തം. ഇവിടെ പാണ്ഡവരൊക്കെ തങ്ങളുടേതായ രീതിയിൽ ഭഗവാനിൽ മനസ്സർപ്പിച്ച് അവർ മഹാപ്രസ്ഥാനം ചെയ്തപ്പോൾ, അതാണ് തഥാ അപ്പോൾ, ദ്രൗപദിയും പതീനാം ഭർത്താക്കന്മാരുടെ അനപേക്ഷതാം അവർ തന്നെ ഒരു വിധത്തിലും ഇനി ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്ന് കണ്ടിട്ട്, ആജ്ഞായ അറിഞ്ഞിട്ട്, എല്ലായ്പ്പോഴും തനിക്ക് ശരണമായിട്ടുണ്ടായിരുന്ന ഭഗവതി വാസുദേവേ ഭഗവാൻ കൃഷ്ണനിൽ ഏകാന്തമതിഃ ഏകാഗ്രചിത്തയായി തംഹി ആ ഭഗവാനെ തന്നെ ആപ പ്രാപിച്ചു. പാഞ്ചാലിയും തനിക്കിനി ഭഗവാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിലും എപ്പോഴും 5 ഭർത്താക്കന്മാർ വീരശൂര പരാക്രമികളായി ഇരുന്നപ്പോഴും ഭഗവാൻ മാത്രമായിരുന്നു എല്ലാറ്റിനും ആശ്രയം. അത് ഈ അവസാന നിമിഷത്തിലും ദ്രൗപദി തിരിച്ചറിഞ്ഞു. അങ്ങനെ ഭഗവാൻ വാസുദേവനിൽ ഏകാഗ്രചിത്തയായി ഭഗവാനെ തന്നെ പ്രാപിച്ചു. ദ്രൗപദീ ച തദാജ്ഞായ പതീനാമനപേക്ഷതാം വാസുദേവേ ഭഗവതി ഹ്യേകാന്തമതിരാപതം. 51-ാമത്തെ ശ്ലോകം. യഹ ശ്രദ്ധയൈതത് ഭഗവത് പ്രിയാണാം പാണ്ഡോഃ സുതാനാമിതി സംപ്രയാണം ശൃണോത്യലം സ്വസ്തി അയനം പവിത്രം ലബ്ധ്വാ ഹരൗ ഭക്തിമുപൈതി സിദ്ധിം. യഹ ശ്രദ്ധയൈതത് ഭഗവത് പ്രിയാണാം പാണ്ഡോഃ സുതാനാമിതി സംപ്രയാണം ശൃണോത്യലം സ്വസ്ത്യയനം പവിത്രം ലബ്ധ്വാ ഹരൗ ഭക്തിമുപൈതി സിദ്ധിം. ഭഗവത് പ്രിയാണാം ഭഗവാൻ കൃഷ്ണന്റെ പ്രീതിക്ക് പാത്രീഭവിച്ച പാണ്ഡോഃ സുതാനാം പാണ്ഡുപുത്രന്മാരുടെ ഈ വിധത്തിലുള്ള സ്വസ്തി അയനം മംഗളകരമായ പരിസമാപ്തി, ജീവിതത്തിൻ്റെ തികച്ചും ആ ഒരു പൂർണ്ണത ലഭിച്ചതുപോലെയുള്ള ആ യാത്ര, മഹാപ്രസ്ഥാനം, പവിത്രം പരിശുദ്ധമായ ഏതത് സംപ്രയാണം ഈ മഹാപ്രസ്ഥാന ചരിതത്തെ യാതൊരു ഭക്തൻ അലം പര്യാപ്തമാകും വണ്ണം ശ്രദ്ധയോടുകൂടെ ശ്രവിക്കുന്നുവോ അവന് ഹരൗ ഭഗവാൻ കൃഷ്ണനിൽ ഭക്തിം ലബ്ധ്വാ ഭക്തിയെ ലഭിച്ച് സിദ്ധിം സദ്ഗതിയെ ഉപൈതി പ്രാപിക്കുന്നു. പാണ്ഡവന്മാരുടെ ഈ രീതിയിലുള്ള മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് ശ്രദ്ധയോടെ വായിച്ച് മനനം ചെയ്യുന്ന ഒരു ഭക്തനും സദ്ഗതി ലഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത്. മഹാഭാരതം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, അവിടെ മഹാപ്രസ്ഥാനം പറയുന്ന സമയത്ത് ഇത്രയും വിശദീകരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാണാം. അതായത്
ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വനത്തിലേക്ക് പോകുന്നതിൻ്റെ കൂടെയാണ് കുന്തിയും പോയിട്ടുള്ളതായി മഹാഭാരതത്തിൽ പറയുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, അവരുടെ കൂടെ പോയതായി പറയുന്നില്ല. അതല്ലാതെ കൊട്ടാരത്തിലിരുന്ന് ഭഗവാനിൽ മനസ്സ് ചിത്തം ലയിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ മഹാഭാരതത്തിൽ പാണ്ഡവരുടെ കൂടെ തന്നെ ദ്രൗപദിയും സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ കൊട്ടാരത്തിൽ തന്നെ ഇരുന്ന് ദ്രൗപദി ഭഗവാനിൽ മനസ്സർപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇത് രണ്ടും എഴുതിയത് വ്യാസഭഗവാനാണ് എന്നതും നമുക്കൊരു സംശയത്തിന് ഇട നൽകുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം വ്യാസഭഗവാൻ താൻ എഴുതിയ മഹാഭാരതത്തെ തന്നെ ഇത്തരത്തിൽ ചെറിയൊരു വ്യത്യാസത്തോടെ അവതരിപ്പിച്ചത്? അതിൻ്റെ ഉത്തരം നാരദ മഹർഷിയുമായുള്ള വ്യാസഭഗവാന്റെ ആ സംഭാഷണമാണ്. അവിടെ നാരദ മഹർഷി പറഞ്ഞത് ഇതായിരുന്നു: അങ്ങ് ഈ ലോകത്തിന് വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഭഗവാനിൽ മനസ്സർപ്പിക്കുന്ന വിധത്തിൽ ഉള്ള ഒന്ന്, അതായത് ഓരോ ശ്ലോകത്തിലും ഭഗവാനെക്കുറിച്ച് മനസ്സിൽ ഓർമ്മ വരുന്ന രീതിയിൽ അങ്ങനെ ഒരു രചന അങ്ങ് ഇതുവരെ നടത്തിയിട്ടില്ല. ആ ഒരു രചന നടത്താത്തതാണ് അങ്ങയുടെ ഈ അസംതൃപ്തിക്ക് കാരണം എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വ്യാസഭഗവാൻ തൻ്റെ തന്നെ കൃതിയായ മഹാഭാരതത്തിൻ്റെ ആ അവസാന രംഗങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു റീമേക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മഹാഭാരതത്തിൽ പാണ്ഡവരുടെ ആ മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് അത് വെറുതെ അങ്ങ് പറഞ്ഞു പോയി എന്നല്ലാതെ അവരുടെ ആ സമയത്തെ മനോവികാരങ്ങൾ എന്തായിരിക്കാം എന്നതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ ഇവിടെ ഏകദേശം 2 അധ്യായങ്ങളിലായിട്ട് ഭഗവാനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഭഗവാൻ ഈ ലോകം വിട്ടുപോയപ്പോൾ എങ്ങനെയാണ് കലിയുടെ ആ ദുർനിമിത്തങ്ങൾ ഉണ്ടായതെന്നും ഭഗവാനുമായിട്ടുള്ള തങ്ങളുടെ സുവർണ നിമിഷങ്ങളെക്കുറിച്ച് യുധിഷ്ഠിരൻ ഓർക്കുന്നു, അർജുനൻ ഓർക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും തങ്ങളുടെ മനസ്സിനെ ഭഗവാനിൽ സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരാൾ ഇത് വായിക്കുന്ന സമയത്ത് ഇതാണ് അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഭഗവാനെക്കുറിച്ച് തന്നെയായിരിക്കും ആ ആൾ ചിന്തിക്കുന്നത്. ഇങ്ങനെ എഴുതാനാണ് നാരദ മഹർഷിയും പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാഗവതത്തിൽ ഇങ്ങനെയൊരു മാറ്റത്തോടുകൂടെ പാണ്ഡവരുടെ മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉദ്ദേശം ഭഗവാനിൽ മനസ്സ് വെക്കുക എന്നത് മാത്രമാണ്. യശ്രദ്ധയൈതദ്ഭഗവത്പ്രിയാണാം പാണ്ഡോസുതാനാമിതി സംപ്രയാണം ശൃണോത്യലം സ്വസ്ത്യയനം പവിത്രം ലബ്ധ്വാ ഹരൗ ഭക്തിമുപയേതി സിദ്ധിം. 15-ാം അധ്യായത്തിൽ പ്രധാനമായും പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിന് മുൻപുള്ള അവരുടെ വിചാരങ്ങൾ, കാരണം ഭഗവാന്റെ വിയോഗത്തെ അറിഞ്ഞ അർജുനൻ ഭഗവാനെക്കുറിച്ച് ഓർത്ത് അസഹ്യ ദുഃഖത്തോടുകൂടെ കണ്ണീരൊഴുക്കി നിന്നു. ആദ്യമൊന്നും യുധിഷ്ഠിരൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോലും ശക്തനായില്ല. ഒടുവിൽ വളരെ പണിപ്പെട്ട് തൻ്റെ കണ്ണീരിനെ അടക്കി ഗദ്ഗദകണ്ഠനായിട്ട് പറഞ്ഞു: സർവേശ്വരനായ ഭഗവാൻ കൃഷ്ണൻ ഒരു ബന്ധുവിൻ്റെ വേഷം കെട്ടി നമ്മളെയൊക്കെ വഞ്ചിച്ചു കളഞ്ഞു. ഇത്രയും കാലം കൂടെ വസിച്ചിട്ടും ആ സ്വാമിയുടെ യാഥാർത്ഥ്യം അറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഭഗവാന്റെ വേർപാടോടുകൂടെ ദേവന്മാർ പോലും ആശ്ചര്യപ്പെടത്തക്ക എൻ്റെ തേജസ്സെല്ലാം നഷ്ടമായി. അങ്ങനെ താൻ എന്തൊക്കെയാണോ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ ലോകത്ത് നിന്ന് നേടിയെടുത്തത് അതിനെക്കുറിച്ചൊക്കെ അർജുനൻ ഓർക്കുകയാണ്. താൻ ഒരു സുഹൃത്തിനോടെന്നതുപോലെ ഏറ്റവും അടുത്ത്, അത്രയും അടുത്ത് ഞാൻ പെരുമാറിയിട്ടുണ്ട്.
പലപ്പോഴും എൻ്റെ അഹങ്കാരം കലർന്ന സംഭാഷണങ്ങൾ ഭഗവാനെ വേദനിപ്പിച്ചിട്ടും ഉണ്ടാകാം. എന്നിട്ടും അതൊന്നും സാരമാക്കാതെ കളിയാക്കിയിട്ട് എൻ്റെ ആ തെറ്റിനെക്കുറിച്ചൊക്കെ ഭഗവാൻ സൂചിപ്പിക്കാറുണ്ടെങ്കിലും അല്ലാത്തതൊക്കെ എൻ്റെ അപരാധങ്ങളെയെല്ലാം ഒരു സുഹൃത്തിനോടെന്ന പോലെ, ഒരു പിതാവ് മകൻ്റെ തെറ്റിനെ എന്നതുപോലെ സഹിച്ചും എൻ്റെ കൂടെ തന്നെ ഭഗവാൻ നടന്നിരുന്നു. എന്നാൽ പ്രബലരായ രാജാക്കന്മാരെ എല്ലാം വിറപ്പിച്ചിരുന്ന എൻ്റെ പരാക്രമവും അമോഘങ്ങളായ ഒരിക്കലും നിഷ്ഫലമാകാതിരുന്ന ആയുധങ്ങളുമെല്ലാം ഭഗവാൻ പിരിഞ്ഞ ക്ഷണത്തിൽ ഒന്നിനും കൊള്ളാതായി തീർന്നു. കാരണം ഭഗവാൻ ഈ ലോകം വിട്ടുപോകുമ്പോൾ എന്നെ ഏൽപ്പിച്ചിരുന്ന ഭഗവാന്റെ പ്രിയ പത്നിമാരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന ആ സമയത്ത് നിസ്സാരന്മാരായ ചില ഇടയന്മാർ വന്ന് എന്നെ തോൽപ്പിച്ച് അവരെ തട്ടിക്കൊണ്ടുപോയി. അല്ലയോ ജ്യേഷ്ഠ, ബ്രാഹ്മണ ശാപമെന്ന വ്യാജേന ഭഗവാൻ യാദവന്മാരെയെല്ലാം തമ്മിൽ തല്ലിച്ച് നശിപ്പിച്ചു. ഇനി 4-5 പേർ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എന്തായാലും ഭഗവാൻ ഒരു മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്നത് പോലെ യാദവന്മാരിലൂടെയും പാണ്ഡവന്മാരിലൂടെയും ഈ ലോകത്തിൻ്റെ ഭാരത്തെ നശിപ്പിച്ചു, ഈ ഭൂമിയിലുള്ള മറ്റ് ഭാരത്തെ നശിപ്പിച്ചു. ഇപ്പോൾ യാദവന്മാരെ കൊണ്ടുള്ള ഭൂഭാരവും തീർത്തു. എന്നിട്ട് ഭഗവാൻ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ആ പാദകമലത്തെ അഗാധമായ പ്രേമഭക്തിയോടുകൂടെ സ്മരിച്ച് അർജുനൻ്റെ ചിത്തം നിർമ്മലവും ശാന്തവുമായി വൈരാഗ്യമുദിച്ചു. ആ സമയത്താണ് യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാൻ ഉപദേശിച്ചതും പിന്നീട് കാലത്താലും കർമ്മത്താലും മോഹത്താലുമൊക്കെ മറക്കപ്പെട്ടിരുന്ന ഗീതാവാക്യങ്ങൾ ഉള്ളിലങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം യുധിഷ്ഠിരനും തനിക്ക് ഇനി ഈ രാജ്യത്തിൽ, ഈ ലോകത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കി ഒരു ഉന്മത്തനെ പോലെ ഭഗവാനിൽ സർവവും സമർപ്പിച്ച് തൻ്റെ ജീവാത്മസ്വരൂപത്തെ പരമാത്മാവിൽ ലയിപ്പിച്ച് ഒരു ഉന്മത്തനെ പോലെ രാജ്യം വിട്ട് വടക്ക് ദിക്കിലേക്ക് യാത്രയായി. യുധിഷ്ഠിരൻ പോയ വഴിയെ പാണ്ഡവരും യാത്രയായി. അങ്ങനെ പാഞ്ചാലിയും ഭഗവാൻ വാസുദേവനെ ഏകാന്തമായി ധ്യാനിച്ച് പരമഗതി നേടി. ആത്മജ്ഞാനിയായ വിതുരരും കൃഷ്ണാവേശിത ചിത്തനായി പ്രഭാസതീർത്ഥത്തിൽ ദേഹത്യാഗം ചെയ്ത് തൻ്റെ സ്ഥാനമായ പിതൃലോകത്തെ പ്രാപിച്ചു. പാണ്ഡവരുടെ ഈ ഒരു ഭക്തി നിർഭരമായ മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് വായിച്ച് മനനം ചെയ്യുന്ന ഭക്തനും സദ്ഗതി ലഭിക്കുമെന്ന ഒരു ഫലശ്രുതിയോടുകൂടെയാണ് 15ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.